അവന് ഓടിക്കാൻ പറഞ്ഞു, ഞാൻ ഓടിച്ചേ. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എല്ലാം കൂടി ഇടിച്ച് ചത്തേനെ. നിനക്ക് എങ്ങനെ ധൈര്യം വന്നിട്ട് വണ്ടി ഓടിച്ചോണ്ട് പോവാൻ? അതെ, നിങ്ങളെ എപ്പോഴും ഈ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ചോണ്ട് പോവില്ലേ? അപ്പൊ ഞാൻ നോക്കി നോക്കി നിൽക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ആർക്കും ഓടിക്കാമെന്ന്. എന്താ നീ പറഞ്ഞത്? ഞാൻ ജീപ്പ് ഓടിച്ചോണ്ട് പോകുന്നത് നീ നോക്കി നിൽക്കുമെന്നോ? അതെന്തിന്? നിന്റെ പേരെന്താ? സുശീല. കൊള്ളാം. ഞാൻ ഇതുവഴി പോകുമ്പോ ഇനിയും നോക്കി നിൽക്കുമോ? നോക്കി നിൽക്കില്ലേ? ആ, നിന്റെ വീട് എവിടെയാ? വീട് അങ്ങ് പാഞ്ചാലിക്കുപ്പത്താ. ഓഹോ, ഞാനും അതുവഴിയാ പോകുന്നത്. വണ്ടിക്കാർക്ക് വിട്ടുതരാം. അയ്യോ വേണ്ട, എന്റെ അച്ഛൻ വഴക്ക് പറയും. നിന്റെ അച്ഛൻ അറിയാതെ ഞാൻ നിന്നെ കൊണ്ടാക്കി തരാം. വാ. വേണ്ട വേണ്ട, നിങ്ങൾ ഈ വണ്ടിയിൽ അവിടെ വരുമ്പോഴേക്കും ഞാൻ എന്റെ വീട്ടിലെത്തും. ജീപ്പിനേക്കാൾ മുമ്പ് നീ എത്തുമോ? അതെങ്ങനെ? നോക്കിക്കോ. ശ്രീദേവി ഇതുവരെ സ്കൂളിൽ നിന്ന് വന്നില്ലല്ലോ ചേട്ടാ. അവള് ടീച്ചറല്ലേ ദേവകി? ബെല്ലടിച്ച ഉടനെ കുട്ടികൾ ഇറങ്ങിപ്പോരുന്ന പോലെ അവക്ക് വരാൻ പറ്റുമോ? അല്ല പറ്റുമോന്ന്? ദേ ആള് വന്നു കഴിഞ്ഞു. അയ്യോ എന്റെ മോളെ, നീ വരാൻ താമസിച്ചെന്ന് പറഞ്ഞ് നിന്റെ അമ്മ അവിടെ കടന്ന് കയർ പൊട്ടിക്കുക. നാളെ എന്റെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം കൂടി എക്സ്കർഷന് പോവുകയാണമ്മേ. ഞാനൊന്നും പോകുന്നില്ല, മറ്റു വലിയ ടീച്ചർമാരൊക്കെ പോകുന്നത്. പോകുന്ന കുട്ടികളുടെ പേരും ലിസ്റ്റും എല്ലാം തയ്യാറാക്കിയായിരുന്നു, അതാണ് വൈകിയത്. അതിന്റെ മോളെ നീ പോകാത്തത്? എനിക്ക് നാളെ തൊട്ടൊരു ട്യൂഷൻ കിട്ടിയിട്ടുണ്ടമ്മേ. ട്യൂഷനോ? അതെ അമ്മേ, ഒരു വലിയ കാശുകാരന്റെ ഭാര്യയാ. 40-40 വയസ്സ് കാണും. വലിയ ഫാഷനാ. ഇംഗ്ലീഷ് ഒരു അക്ഷരം അറിഞ്ഞുകൂടാ. അവര് വീട്ടിൽ ചെന്ന് പഠിപ്പിക്കണം. അവർക്ക് ഈ പ്രായത്തിലും BA പാസ്സാകണം പോലും. ആ പണക്കാരാവുമ്പോ വലിയ വലിയ ആളുകളുമായി ഇടപഴകേണ്ടി വരും. ക്ലബ്ബ് മീറ്റിംഗ് എന്നും പറഞ്ഞ് പല സ്ഥലത്തും പോകേണ്ടി വരും. അവിടെയൊക്കെ BA ആണെന്നും പറഞ്ഞ് 2-3 ഇംഗ്ലീഷ് അക്ഷരം കടിച്ച് പൊട്ടിച്ചാലേ സ്ഥാനം കിട്ടും. വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞ് പിന്നെ അവരുടെ വീട്ടിലേക്ക് പോയി ട്യൂഷന് കഴിഞ്ഞ് വരുമ്പോ നേരെ ഒത്തിരി ഇരുട്ടല്ലേ മോളെ. അയ്യോ അമ്മേ, ഈ അമ്മയ്ക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ഇത് പട്ടണമാണ് അമ്മേ. നേഴ്സുമാർ, ഡോക്ടർമാർ, ടെലിഫോൺ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ തുടങ്ങി എത്ര പേരാ രാത്രിയിലും ജോലിക്ക് പോകുന്നത്. എനിക്ക് ഒരു 100 രൂപ ഫീസ് തരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. കൊള്ളാം കൊള്ളാം. ആ മോള് പൊക്കൂ. നീ നോക്കിക്കോ, എന്റെ മോക്ക് 100 രൂപയാ കിട്ടാൻ പോകുന്നു. പിന്നെ ആരാണെന്ന് എനിക്കറിയാം ചേട്ടനാ. ഞാൻ നിനക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് പറയാമോ? മുഖത്തിൽ സോപ്പൊന്ന് കഴുകി കളയട്ടെ, എന്നിട്ട് വേണ്ടേ പറയാൻ? കണ്ണ് തുറക്കാതെ തന്നെ പറ, കേക്കട്ടെ. എരുമച്ചാണോ? അത് നിന്റെ തലയിലല്ലേ? വെള്ളം താ ചേട്ടാ, കണ്ണ് നേർന്നു. ശരി ശരി, മോൻ കഴിക്കൂ.
എങ്ങനെയുണ്ട്? അയ്യോ, നല്ല സാരി. ഇതിന് നല്ല വില കൊടുത്ത് കാണുമല്ലോ. നിനക്ക് വേണ്ടി ഒരു സാരി വാങ്ങിക്കാൻ ഞാൻ കുറച്ച് കാശൊരുക്കുകയായിരുന്നു. അതിന്റെ കൂടെ ഇന്നൊരു കോളും കിട്ടി. അമ്മേ, ഈ സാരി ഉണ്ടോ? എനിക്ക് വേണ്ടി ചേട്ടൻ വാങ്ങിച്ചതാ. അതുമല്ല, അവന്റെ കാശ് കിട്ടിക്കഴിഞ്ഞാ പിന്നെ എല്ലാം പെങ്ങള് പെങ്ങള് പെങ്ങള്. കണ്ടോ കണ്ടോ, അമ്മയുടെ അസൂയ കണ്ടോ? അത് നീ അമ്മയ്ക്ക് കൊടുത്തേക്ക്. അതാടാ, ഇനി വേണം ഞാൻ സാരി കൊടുക്കാൻ. എല്ലാരും കൈ കഴുകിട്ടോ, ഊണ് കഴിക്കാൻ. വരൂ അമ്മ. ഞാൻ ആലോചിക്കുകയായിരുന്നു, നമുക്കൊരു ബ്രാൻഡ് കട അങ്ങ് തുടങ്ങിയാലെന്താ? എന്താ ഇനി ഇവിടുത്തെ പരിപാടി തീർന്നില്ലേ? വെളുത്ത ഇരുട്ടുന്നവരെ ഇങ്ങനെ കുടിച്ചു കൊടുത്ത് കിടന്നു. നിന്റെ തറവാട്ട് പോലെ എഴുതിയിട്ടിട്ടാണോ ഞാൻ കുടിക്കുന്നത്? ഓ, തുടങ്ങി ഒരു തറവാട്. അതേടി, മണിവേഗം തറവാടാ. തറവാടെന്ന് രാമൂര് തല്ലി വാങ്ങുന്നേ. ഇത് മണി മംഗളം ബംഗ്ലാവ്. അതായത് ഈ മണിയുടെ മംഗളത്താൽ ഭവിച്ച ബംഗ്ലാവ്. അതേടാ, ഈ ഗോപാലൻ എവിടെയാണോ അവിടെയാണ് മണിമംഗലം. രാമപുരത്തായാലും ശരി, എറണാകുളത്തായാലും ശരി. പിന്നെ മദാമ എങ്ങോട്ടാ പുറപ്പാട്? എനിക്കിന്ന് ലേഡീസ് ക്ലബ് മീറ്റിംഗിന് പോണം. മാധവി കൊച്ചമ്മ ഈ വേഷത്തിലൊന്ന് നമ്മുടെ ചെന്തങ്ങമുക്ക് വരെ പോണം. എന്താണോ, ഞാൻ തുണി കൊടുത്തിട്ടില്ലേ? അല്ല, പൊട്ടിക്കും. മണി, എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചർ വന്നില്ലേ? എപ്പോഴേ വന്നു. അവരാണ്ട് മുകളിലിരുന്ന് പെട്ടിയെ പഠിപ്പിക്കും. പെട്ടി പഠിപ്പിക്കും. ആ, എന്തിനാ? മാധവി കൊച്ചമ്മയ്ക്ക് സമയമില്ലാത്തോണ്ട് ടീച്ചർ പെട്ടിയെ പഠിപ്പിക്കും. കൊച്ചമ്മയ്ക്ക് സമയം കിട്ടുമ്പോ പെട്ടി കൊച്ചമ്മയെ പഠിപ്പിക്കും. അല്ല, നിന്റെ നരച്ചിരുന്ന മുടിയെല്ലാം കറുത്തല്ലോ. ഐ ഡൈ. എന്തോ ഞാൻ ഡൈ അടിച്ചെന്നു. ഓ, അത് അതിപ്പോ എന്ത് വേണം? നിങ്ങൾ എന്തൊരു മനുഷ്യനാ. സൊസൈറ്റി ലേഡീസ് ആയ അങ്ങനെയാ. ദേ, അങ്ങനെ 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 മലയാളി RAT റാറ്റ് എലി, CAT കാറ്റ് പൂച്ച, MAT മാറ്റ് പായ്. നീ എന്താ കൊച്ചേ പറഞ്ഞു പിടിപ്പിക്കുന്നത്? ഇതൊക്കെ പ്രാഥമിക പാഠങ്ങളാണ്. അതെന്താണ് പാഠമാ? കാറ്റും വാറ്റും എലിയും പൂച്ചയും. അതൊന്നും വേണ്ട. ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ? എനിക്ക് പഠിക്കേണ്ടത് ബ്ലഡി റാസ്കൽ, ഇഡിയറ്റ്, ഫൂൾ, നോ, സെക്സ്. ഇതിന്റെ ഒക്കെ അർത്ഥമാ? ചേച്ചി, അതൊക്കെ വൃത്തികേടാണ്. ആര് പറഞ്ഞു? ഹൈ ക്ലാസ് ലേഡീസ് ഒക്കെ അങ്ങനെയാ. നീ ഞാൻ പറയുന്ന പഠിപ്പിച്ചാ മതി. കുറച്ചു നേരമെങ്കിലും ചേച്ചി അടുത്തിരുന്ന് പഠിച്ചാൽ. അതിനൊന്നും എനിക്ക് ടൈമില്ല. നീ ആ പെട്ടിയെ പഠിപ്പിക്കും, ഞാൻ അതിന് കേട്ട് പഠിച്ചോളാം. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. എന്താ രാഘംപിള്ള എന്റെ അർത്ഥം? ഡ്രൈവറാണെന്ന് പറഞ്ഞ് ശമ്പളം പറ്റി വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ മതിയോ? ക്ഷമിക്കണം മുതലാളി, തീരെ സുഖമില്ലാഞ്ഞിട്ടാണ്. സുഖമില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ദിവസം എത്രയായി? വയ്യലാക്കാൻ നേരത്തെ പറയണം. ഞാൻ വേറെ ആളെ വെക്കില്ലേ? അയ്യോ മുതലാളി, അങ്ങനെ പറയരുത്. ഇനി ഒരു ദിവസം കൂടി മുതലാളി ഒന്ന് ക്ഷമിക്കണം. നാളെ തീർച്ചയായും ഞാൻ വന്നോളാം. അയ്യോ, അച്ഛൻ എങ്ങനെ പുറത്തു വന്നത്? മുതലാളി, അച്ഛന് പനിയാ, തീരെ വയ്യ. മോളാണില്ലേ? രാഘവൻ റെസ്റ്റ് എടുത്തോ. അല്ല, അവള് പറഞ്ഞ നേരല്ലേ. സുഖമില്ലെങ്കിൽ ആ കാര്യം അങ്ങ് പറഞ്ഞു വെച്ചാ പോരായിരുന്നോ? ഡോക്ടറെ മറ്റും ഇങ്ങോട്ട് അയക്കണോ? വേണ്ട മുതലാളി, ഞാനിപ്പോ കഷായം കുടിക്കുന്നുണ്ട്. ഉണ്ട് ഉണ്ട്, എന്നാലും അങ്ങനെയല്ലല്ലോ. ഇതാ, ഇത് വെച്ചു. അല്ലെ, അച്ഛന്റെ ഇരിക്കട്ടെ. നല്ലപോലെ സുഖമായതിനു ശേഷം രാഘവൻ ജോലിക്ക് വന്നാ മതി. അച്ഛനെ സൂക്ഷിച്ചോണേ കേട്ടോ. എന്താവശ്യമുണ്ടെങ്കിലും അങ്ങോട്ട് വന്നാ മതി. അല്ല, ആരെങ്കിലും പറഞ്ഞാ വെച്ചാൽ മതി എന്ന് പറയായിരുന്നു. രാഘവൻ ഇങ്ങനെ മോളുള്ള കാര്യം എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. നമുക്ക് അകത്തേക്ക് പോവാം. ഞാൻ പോട്ടെ മുതലാളി. വയ്ക്കോ വയ്ക്കോ.
ലോയേഴ്സ് അസോസിയേഷൻ മീറ്റിംഗ് അടുത്ത മാസം 27-നാണ്. അതിനു മുമ്പ് തീരും. ഓ, ഒരു മാസം ഉണ്ടല്ലോ, അതിനു മുമ്പ് തീരും. ഞാൻ അവർ വീണല്ലോ. അയ്യോ, എന്ത് പറ്റി? എന്താണ് എന്താണ്? എന്താ, എന്ത് പറ്റി? എന്താണെന്ന് അറിയില്ല, തല ഇറങ്ങി വീണതാ. ആവതില്ലാത്തതൊക്കെ ജോലിക്ക് വന്നിരിക്കുന്നു, മനുഷ്യനെ മെനക്കെടുത്താൻ. വയസ്സായില്ല തല്ലേ, നിങ്ങൾക്ക് വീട്ടിൽ കിടന്നാ പോരെ? വർഗീസേ, ഈ വയസ്സുകാലത്ത് അമ്മ എന്തിനാ ഈ പണിക്കൊക്കെ ഇറങ്ങിയിരിക്കുന്നത്? മക്കളാരുമില്ലേ? ആ, ശരി ശരി, നോക്കി നിൽക്കാതെ ജോലിക്ക് പോണം. അമ്മ ഒരു കാര്യം ചെയ്യും, 2 ദിവസം പണിക്ക് വരണ്ട. ഇതാ, ഇത് പിടിക്കും. വേണ്ട, കടവെന്ന് കരുതിയാ മതി, സാധിക്കുമ്പോ തിരിച്ചു തന്നാ മതി. വാങ്ങിക്കൂ. വർഗീസേ, ഇവരെ ഒരു റിക്ഷയിൽ കയറ്റി വീട്ടിൽ വിട്ടേക്കും, ഞാൻ പിന്നെ വരാം. ശരി സാർ. എങ്ങനെയുണ്ട് ചേട്ടാ? ചേട്ടൻ വാങ്ങി തന്ന സാരിയാ. സാരിയുടെ ഭംഗി അറിയണമെങ്കിൽ എന്റെ പെങ്ങൾ ഉടുക്കണം. അയ്യേ, ചേട്ടൻ സാരി ഉടുത്ത പെണ്ണുങ്ങളെ കണ്ടിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. ആ പറഞ്ഞ നേരാ. ഈ കാട്ടിലും മലയിലും ജീപ്പ് ഓടിച്ച് നടക്കുന്ന ഞാനിവിടെ സാരി ഉടുത്ത പെണ്ണുങ്ങളെ കാണാൻ. ഇനി വാ, ചോദിക്കാം. ആഹാ, വീട് ചേട്ടാ, എനിക്ക് നേരായി ട്യൂഷന് പോണം. അവിടെ ഒരു ട്യൂഷൻ പഠിപ്പിക്കല് എനിക്ക് തീരെ ഇഷ്ടമല്ല. അവിടെ ഈ പഠിപ്പിക്കലൊക്കെ തകയം നിർത്താനുള്ള പണി കണ്ടുവച്ചിട്ടാണ് അമ്മേ ഞാനിന്ന് വന്നിരിക്കുന്നത്. എനിക്കെന്താ, മാസം തികയുമ്പോ ചക്കച്ചുള പോലെ എന്നെ വാങ്ങിക്കുന്ന കാശങ്ങില്ലാതോ? നിന്നെ കെട്ടാൻ പോകുന്നവനെ അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓ ചേട്ടാ. അമ്മേ, ആ, ഞാൻ പറഞ്ഞ സത്യമാ. ഇവക്ക് നല്ലൊരു ചെറുക്കനെ കണ്ടുവച്ചിട്ടുണ്ട്. നേരാണോ മോനെ? ആരാ അത്? ഒരു മോട്ടോർ വർക്ക്ഷോപ്പിലെ മെക്കാനിക്, ബിഎക്കാരനാ, നല്ല മിടുക്ക്. അവർ നമ്മുടെ ശ്രീദേവിയെ കണ്ടിട്ടുള്ള ലക്ഷണമാ കാണുന്നത്. എല്ലാം ഭഗവതിയുടെ അനുഗ്രഹം പോലെ നടക്കും. എടോ, അവിടെ ഒന്നും നനഞ്ഞിട്ടില്ലടോ. ദാ ഇവിടെ നോക്ക്, അവിടെ നനഞ്ഞിട്ടില്ല. ആ, ആരാത്? ഓ, ടീച്ചർ അമ്മയോ? മാധവ്യൊന്നുമില്ലേ? ട്യൂഷൻ പഠിപ്പിക്കാൻ ഉണ്ടല്ലോ. ദാ മുകളിലോട്ട് എന്നാട്ടെ. ആ